അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും സഹോദരന്മാർക്കും എൻ്റെ നല്ല നമസ്കാരം. ബഹുമാന്യനായ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, നമ്മുടെ പ്രിയങ്കരനായ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ഈ യോഗത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ എക്കാലത്തെയും നല്ല സുഹൃത്ത് MP വീരേന്ദ്രകുമാർ അവർകളെ, ഞങ്ങളുടെ വഴികാട്ടിയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, യൂത്ത് ലീഗിൻ്റെ വസന്തകാലം യുവജനയാത്രയിലൂടെ കേരളത്തിൻ്റെ മനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ M.K. മുനീർ അവർകളെ, ഞങ്ങളുടെ ഈ സമ്മേളനം നടത്തുമ്പോൾ എല്ലാ ഘട്ടത്തിലും ഞങ്ങളുടെ കൂടെ, ഓരോ ഘട്ടത്തിലും വിശേഷങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞി സാഹിബ് അവർകളെ, ബഹുമാനായ മഞ്ഞുളാംകുഴി അലി അവർകളെ, സിറാജ് ഇബ്രാഹിം സേഠ്, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി, ഞങ്ങളുടെ തൊട്ടടുത്ത് ഈ മൈതാനത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ വിളിച്ച് കേരളത്തിൻ്റെ വസന്തകാലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട KM ഷാജി അവർകളെ, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസ്സമദ് സമദാനി അവർകളെ, PV അബ്ദുൽ വഹാബ് സാഹിബ്, അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, ഉമർ പാണ്ടികശാല, നമ്മുടെ ഈ യോഗത്തിലെത്തിയിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള MK രാഘവൻ MP അവർകളെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഈ സംഘടനയുടെ കാര്യദർശി KPI മജീദ് സാഹിബ് അവർകളെ, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സാരഥികൾ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് E. അഹമ്മദ് സാഹിബ് അവർകളെ, our respected guest, Ambassador of Tunisia Tarek Azzouz അവർകളെ, കേരളത്തിനൊരു പുതിയ ഭാവി നിർണയിച്ചിട്ടുള്ള മറ്റേതൊരു യുവജന സംഘടനക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തെ സൃഷ്ടിക്കുവാൻ രൂപപ്പെട്ടു വന്നിട്ടുള്ള, കേരളത്തിൻ്റെ ഓരോ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരന്മാരായ ഐഡിയൽ യൂത്ത് കോർ അംഗങ്ങളെ, ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. കോഴിക്കോട് കടപ്പുറത്ത്, ഈ ശാന്തമായ കടപ്പുറത്തിന് തൊട്ടകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന കടലുണ്ട്. അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ശാന്തമായി സംയമനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന തീരമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് വിളിച്ചു പറയുന്ന ഒരു സമ്മേളനമാണ്. നമുക്കറിയാം, സാമ്രാജ്യത്വ ശക്തികളെ ആട്ടി ഓടിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഹൈദരലി സുൽത്താനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്.
പറങ്കിപ്പട ഈ കടലിലേക്ക് വന്നപ്പോൾ, കടൽ തീരത്ത് വന്നപ്പോൾ സാമൂതിരിയുടെ തട്ടകത്തിലേക്ക് കടക്കണമെങ്കിൽ ഞങ്ങളുടെ അവസാനത്തെ നാവികപ്പടയുടെ മയ്യത്തും കടന്നിട്ടേ കടക്കാൻ കഴിയൂ എന്ന് പറയിപ്പിച്ചു കൊടുത്ത കുഞ്ഞാലി മരക്കാരെ കുറിച്ചും നമുക്കറിയാം. ആ ഹൈദരലിയുടെയും കുഞ്ഞാലിയുടെയും ചരിത്രം ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും പ്രിയങ്കരനായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് ഒരു പുതിയ അധ്യായം രചിക്കാനാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ 6.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഖായിദെ മില്ലത്തിരുന്ന കസേരയിൽ ഇപ്പോൾ നമ്മളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ബഹുമാന്യായ ഈ അഹമ്മദ് സാഹിബ് കാസർഗോഡ് വെച്ച് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ സമാപിക്കുന്നത്. 6.5 പതിറ്റാണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനം കേരള സമൂഹത്തിന് കരുതി വെച്ചിട്ടുള്ള ഓരോ അവകാശങ്ങളും, ഓരോ അച്ചീവ്മെൻറ്റ്സും, ഓരോ നേട്ടവും 6.5 പതിറ്റാണ്ടിന് ശേഷം ഒരു പുതിയ അധ്യായം രചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെ സാക്ഷി നിർത്തി മുസ്ലിം യൂത്ത് ലീഗ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള സന്നദ്ധ ഭടന്മാരെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള സെമിനാറിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രമുഖ ചാനലായിട്ടുള്ള CNN IBN പ്രതിനിധി പറഞ്ഞു, ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും പോസിറ്റീവായ ശബ്ദം കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴും ഉയർത്തിയിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയാൻ ഏതെങ്കിലും പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ പലപ്പോഴും ഭയമാണ്. ഹൈദരാബാദിലെ മുസ്ലിങ്ങളുടെ ശബ്ദവും പലപ്പോഴും വേണ്ടത്ര മയപ്പെടാതെ വരുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ശബ്ദം ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ ശബ്ദം ഉയർന്നു വരുമ്പോഴും അവരുടെ രാഷ്ട്രീയത്തെ കൺസ്ട്രക്റ്റായി, സൃഷ്ടിപരമായ ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ശബ്ദം ഞങ്ങളെപ്പോഴും കേട്ടുകൊണ്ടിരുന്നിട്ടുള്ളത് കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണെന്ന് ഒരു പത്രപ്രതിനിധി പറഞ്ഞത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ലീഗ് പ്രസ്ഥാനം ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. 948 രാജാജി ഹാളിൽ ഈ ഹരിത പതാക ബഹുമാനായ ഇസ്മായിൽ സാഹിബ് ഉയർത്തുമ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളോട് പറഞ്ഞത് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന മുദ്രാവാക്യമാണ്. അഭിമാനകരമായ നിലനിൽപ്പ്. അഭിമാനകരമായ നിലനിൽപ്പിൻ്റെ വലിയൊരു തത്വശാസ്ത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അഭിമാനകരമായ നിലനിൽപ്പിൻ്റെ പ്രതിനിധിയായ ഇസ്മായിൽ സാഹിബ്, സർ സയ്യിദിൻ്റെ ശബ്ദം കേരളീയ മണ്ണിൽ ഉയർത്തിയിട്ടുള്ള ദിഷണാശാലിയായ സിദി സാഹിബ്, ഉമ്മത്തിൻ്റെ ഐക്യത്തെ മുൻനിർത്തി തലയെടുപ്പുള്ള ബിഷുഗീജു ആയിട്ടുള്ള ബഹുമാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും സുൽത്താനായി വാഴുന്ന ആകാശത്തെ നിലാവ് പോലെ നമ്മളെ പിന്തുടരുന്ന മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ എല്ലാം കാലടി പാതകളെ താണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും മുസ്ലിം ലീഗിന് തരണം ചെയ്യുവാനുള്ള വിഷയങ്ങൾ ചിലതായിരുന്നു. അജ്ഞതയിൽ ആണ്ടുകിടന്ന ഒരു സമൂഹത്തെയായിരുന്നു മുസ്ലിം ലീഗ് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തിരുന്നത്. അക്ഷരജ്ഞാനത്തിന് അവസരം നിഷേധിക്കപ്പെട്ടവർക്ക് 948 ആദ്യമായിട്ട് ഒരു അഫിലിയേറ്റ് കോളേജ് തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് ജൈത്രയാത്ര തുടരുകയായിരുന്നു. ആ ജൈത്രയാത്രക്കിടയിൽ എത്രയെത്ര മൈൽ സ്റ്റോണുകളാണ്, എത്രയെത്ര നായികക്കല്ലുകളാണ് ഈ ഹരിത പതാക നാട്ടിവിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. പിന്നീടും ചില പ്രതിസന്ധികൾ നമ്മെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. CHൻ്റെ കാലത്ത് സിദി സാഹിബിനെ കേരളത്തിൻ്റെ ഒരു മന്ത്രിസഭയ്ക്ക് പകരം സ്പീക്കർ സ്ഥാനത്തിരുത്തിയപ്പോൾ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ പിന്നീട് പിൻഗാമിയായി വരുന്ന ആൾ തൊപ്പി അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞ ഒരു വെല്ലുവിളി നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഈ പാർട്ടിയെ നോക്കി ചത്ത കുതിര എന്ന് പറഞ്ഞപ്പോൾ അല്ല പണ്ഡിറ്റ്, ചത്ത കുതിരയിൽ ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് പറഞ്ഞ CHനെ അന്ന് എതിർത്ത ആളുകൾ തന്നെ പിന്നീട് കേരളത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത്
കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കുന്ന ചരിത്രത്തിനും സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നത് വലിയ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെ വളർന്നു വന്നു. പിന്നീട് വലിയ ആരവങ്ങളായി അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെ ആളുകൾ വന്നു. അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെയുള്ള ആളുകൾ ആരവങ്ങളായി വന്നപ്പോൾ ആ ആരവങ്ങളുടെ മുമ്പിൽ പുഞ്ചിരിയുടെ താരാട്ടുപാട്ടുപാടി ആത്മസംയമനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ കൊടപ്പനക്കൽ നിന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെയുള്ള തീവ്രവാദികൾക്ക് ഇടമില്ലാത്ത മണ്ണാണ് കേരളമെന്ന് തെളിയിക്കുവാനുള്ള പ്രതിജ്ഞ കേരളത്തിലെ മുസ്ലിം ലീഗിനുണ്ട് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഓരോ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൻ്റെ സമൂഹത്തിൽ നിരവധി സന്ദേശങ്ങൾ കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം അഭിമാനകരമായ നിലനിൽപ്പിൻ്റെ സന്ദേശം, വിദ്യാഭ്യാസപരമായ വളർച്ചയുടെ സന്ദേശം, തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ സന്ദേശം, ഉയർച്ചയുടെ സന്ദേശം, ഭരണത്തിൻ്റെ അകത്ത് നിന്ന് പോലും നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിന്ന് ശബ്ദിക്കുന്നതിൻ്റെ സന്ദേശം, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കേരളത്തിലെ മഹോന്നതമായ സ്ഥാനത്തിരുന്ന് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന സമൂഹമാണെന്ന് തെളിയിച്ച മുസ്ലിം ലീഗിൻ്റെ ചരിത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആ പാർട്ടിയുടെ 6.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ ഒരു പുതിയ സമ്മേളനം നടത്തി പിരിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ചെയ്യുന്നത് ഈ സമ്മേളനത്തിലൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും തിരുവനന്തപുരം ജില്ലയാണെങ്കിലും എല്ലാ ജില്ലകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും 30 പേരെ മാത്രം തെരഞ്ഞെടുത്ത് ഐഡിയൽ യൂത്ത് കോർ എന്ന ഒരു സന്നദ്ധ കർമ്മ സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കുണ്ട് വെല്ലുവിളിക്കാൻ മുസ്ലിം ലീഗിനെ? നിങ്ങൾ മലപ്പുറത്തേക്ക് നോക്കുക. മലപ്പുറത്തിൻ്റെ മണ്ണിൽ കൂരയില്ലാത്തവർക്ക് കൂരയുണ്ടാക്കി കൊടുക്കുന്ന ബഹുത്തുർ റഹ്മ പദ്ധതിയെ വെല്ലുവിളിക്കാൻ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കഴിയുക? നിങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് നോക്കുക. കുടിനീരിന് വേണ്ടി ദാഹിക്കുന്നവർക്ക് വേണ്ടി കുടിവെള്ള പദ്ധതികളുമായി ബഹുമാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള പുതിയ പദ്ധതി, മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് വീർപ്പ് മുട്ടുന്ന പ്രയാസമനുഭവിക്കുന്നവൻ്റെ സ്വാന്തനമായി നിൽക്കുന്ന CH സെന്റർ, തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൻ്റെ മുഖത്ത് ET മുഹമ്മദ് ബഷീർ സാഹിബ് ചെയർമാൻ കണ്ട് രൂപീകരിച്ചിട്ടുള്ള CH ക്യാൻസർ സെന്റർ, ഇങ്ങനെ എത്രയെത്ര മാതൃകകളാണ് ഓരോ ഗ്രാമങ്ങളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങളൊരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും പ്രയാസമനുഭവിക്കുന്നവന്റെ സ്വാന്തനമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ഐഡിയൽ യൂത്ത് കോർ മെമ്പർ ഇതാ സന്നദ്ധരായി നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടി സാക്ഷ്യപത്രത്തിന് മുസ്ലിം യൂത്ത് ലീഗ് ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മൾ ഈ വളർച്ചയുടെ മുൻപിൽ നിൽക്കുമ്പോഴും ഒരുപാട് ഇനിയും യാത്ര ചെയ്യാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരുപാട് ബഹുദൂര മൈലുകൾ താണ്ടിയിട്ട് വേണം നമുക്ക് പുതിയ ചരിത്രങ്ങൾ രചിക്കുവാൻ. ഞങ്ങളുടെ മുൻഗാമികൾ ബഹുമാന്യനായ PKK ബാബ സാഹിബ്, KPA മജീദ് സാഹിബ്, ബഹുമാന്യ TA അഹമ്മദ് കബീർ സാഹിബ്, ഡോക്ടർ MK മുനീർ സാഹിബ്, C മമ്മൂട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഷാജി, ഷംസുദ്ദീൻ തുടങ്ങിയ മുൻ നേതാക്കന്മാർ ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്. അവർ കാണിച്ചു തന്ന വഴികൾ, അവർ കോറിയിട്ട ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ ഓരോന്നും പുതിയ പുതിയ അധ്യായങ്ങളായിരുന്നു. ആ അധ്യായങ്ങൾക്ക് പുറകെ ഒരു പുതിയ ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ ശ്രമത്തിന് എല്ലാ പിന്തുണയുമായി ഞങ്ങളുടെ ബഹുമാന്യരായ നേതാക്കൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങളുടെ പുറകെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണവും ധൈര്യവും തന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തയ്യാറായിക്കൊള്ളുക എൻ്റെ ചെറുപ്പക്കാരെ. നമുക്ക് ഒരു നല്ല നാളിനെ നിർമ്മിക്കുവാൻ വേണ്ടി, ഒരു പുതിയ പ്രഭാതം സൃഷ്ടിക്കുവാൻ വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിലേക്ക് വന്നിട്ടുള്ള ഞങ്ങളുടെ ബഹുമാന്യരായ അതിഥികളെ ഇവിടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ, കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ എപ്പോഴും സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സംയമനത്തിൻ്റെയും ഭാഷ പറഞ്ഞുകൊണ്ട്
കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയും സാംസ്കാരിക മണ്ഡലത്തെ പ്രബുദ്ധമാക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഐഡിയൽ യൂത്ത് കോർ അംഗങ്ങൾക്ക് മുഴുവനും വേണ്ടി ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ 60 വസന്തത്തിൻ്റെ പുഷ്പങ്ങൾ വിരിയുന്ന തുനീഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിട്ടുള്ള അംബാസഡർ താരേഖ് അസൗസ് ആണ്. Sir, I have great pleasure to welcome you to this historic conference of youth of Kerala. This spirited youth, the blood and flesh of the country and the great hope of Muslim community, upholds the rich heritage of secular and democratic experience of your country, that is the Arab Spring. We cherish your esteemed presence here so much, and on behalf of this enthusiastic congregation of Ideal Youth Corps of Kerala State Muslim Youth League, I extend my warm welcome to our respected guest Tareq Azaz, Ambassador of Tunisia. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ അഖിലേന്ത്യാ പ്രസിഡന്റ് 948 രാജാജി ഹാളിൽ ഖായിദെ മുല്ലത്ത് ഇസ്മായിൽ സാഹിബ് ഉയർത്തിയ പതാക ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ 6.5 പതിറ്റാണ്ടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ സമ്മേളന നഗരിയിൽ ഇന്നലെ ഉയർത്തിക്കൊണ്ട് മുസ്ലിം യൂത്തിലെ അഭിവാദ്യം ചെയ്തിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്ന് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാക പിടിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലെത്തുകയും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി അഭിമാനത്തോടുകൂടി അഭിമാനകരമായ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം പറയാൻ അവസരം ലഭിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അഖിലേന്ത്യാ പ്രസിഡന്റ് ബഹുമാന്യനായ ഇ അഹമ്മദ് സാഹിബിനെ ഈ ഐഡിയൽ യൂത്ത് കോർ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഐഡിയൽ യൂത്ത് കോർ സമർപ്പിക്കുകയാണ്. ഐഡിയൽ യൂത്ത് കോർ സമർപ്പിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ ട്രഷറർ, കേരള നിയമസഭയിലെ മുസ്ലിം ലീഗിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ, ഞങ്ങളുടെ മനസ്സിലെ എപ്പോഴത്തെയും ആവേശമായിട്ടുള്ള ബഹുമാന്യനായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ എക്കാലത്തെയും സുഹൃത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിരിക്കുമ്പോഴും ബാബരി മസ്ജിദിൻ്റെ ചരിത്രം പറയുന്നിടത്ത് 2 വ്യക്തികളെയാണ് കേരളം ഓർക്കുന്നത്. ഒന്ന്, വർഗീയതയുടെ ഒരു തീപ്പൊരിയുടെ അംശം പോലും കേരളത്തിൻ്റെ മണ്ണിൽ ഉറ്റാതിരിക്കാൻ ഉറങ്ങാതെ നിന്നിരുന്ന ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർക്കിലെയാണ്. രാമൻ്റെ ഭാഗത്ത് നിന്ന്, രാമൻ്റെ മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ പേരിൽ ബാബരി മസ്ജിദിൻ്റെ ഒരു ഇഷ്ടിക പോലും ഇളകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും മതേതരത്തിൻ്റെ ശബ്ദമുയർത്തി ജൈത്രയാത്ര നടത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തി ഇപ്പോൾ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന MP വീരേന്ദ്രകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്താമെന്നേറ്റിട്ടുള്ള മറ്റൊരു ബഹുമാന്യ വ്യക്തി KPCCയുടെ സംസ്ഥാന പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അവർകളായിരുന്നു. രമേശ് ചെന്നിത്തലക്ക് രാഹുൽജി വിളിച്ചൊരു മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശം പറയുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായും നമ്മുടെ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MP രാഘവേട്ടൻ ഇവിടെ അയച്ചിട്ടുണ്ട്. രാഘവൻ MP അവർകളെ ഞാൻ ഇതിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിന് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്. മുസ്ലിം ലീഗ് ഏറ്റവും ഉദാത്തമായ മാതൃക, മെനിഞ്ഞാന്നും ഒരു കുടിലില്ലാത്തവന് കുടില് കൊടുത്തുകൊണ്ട്
എപ്പോഴും നിരന്തരമായ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രസംഗപീഠത്തിലെ രാജാവ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുസ്സമദ് സമദാനി MLA അവർകളെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ യാത്രകളും ഫലപ്രദമാണെന്ന് തെളിയിക്കുന്ന മുസ്ലിം ലീഗ് പരിസ്ഥിതിയുടെയും സൃഷ്ടിയുടെയും പുതിയ യാത്രകൾ നടത്തുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ KPA മജീദ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഹൃദ്യമായി ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ മുനീർ സാഹിബ്, ഡോക്ടർ MK മുനീർ, മുസ്ലിം യൂത്ത് ലീഗിന് എക്കാലത്തെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് പുതിയ ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള യുവജനയാത്രയും യൂത്ത് മീറ്റും അങ്ങനെ നമുക്കെപ്പോഴും ഓർക്കാവുന്ന ഒരുപാട് വഴികൾ താണ്ടിയിട്ടുള്ള ബഹുമാന്യായ ഡോക്ടർ MK മുനീർ അവർകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് നിശബ്ദമായി ഒന്നും പറയാനില്ലാതെ പ്രവർത്തിക്കുവാൻ മാത്രമേ ഉള്ളൂ എന്ന് തെളിയിച്ചുകൊണ്ട് വളരെ സുതാര്യമായി പുതിയ പുതിയ ടെക്നോളജിയുടെ സാന്നിധ്യത്തിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞവർകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ന്യൂനപക്ഷത്തിൻ്റെ വിവാദങ്ങൾക്കിടയിൽ ഒരുപാട് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നതിനിടയിലും തൻ്റെ അവകാശത്തിൻ്റെ ഒരു മുടിനാര് പോലും വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രിയങ്കരനായ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞുളാംകുഴി അലി അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാന്യായ സിറാജ് ഇബ്രാഹിം സേഠ് അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന അധ്യായം രചിച്ചിട്ടുള്ള ചരൽക്കുന്ന് ക്യാമ്പിൻ്റെ കാർമ്മികനും കൂടിയായിട്ടുള്ള ബഹുമാന്യായ മുൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TA അഹമ്മദ് കബീർ MLA അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യായ മുൻ സംസ്ഥാന സെക്രട്ടറി C മമ്മൂട്ടി MLA അവർകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ റാലിയുടെ ഒരു പുതിയ ചരിത്രമായ ഈ റാലിയുടെ കമ്മിറ്റിയുടെ ചെയർമാനും ഞങ്ങളുടെ തൊട്ട് മുമ്പേ കേരളത്തിന് പുതിയ മാറ്റങ്ങളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർത്തുകയും കേരളീയ അന്തരീക്ഷത്തിൽ തീവ്രവാദത്തിൻ്റെ പിടിയിലേക്ക് ഉയരുന്നു എന്ന് എല്ലാ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ തീവ്രവാദത്തിനെതിരെ പുതിയ പോരാട്ടം നടത്തിയിട്ടുള്ള ബഹുമാന്യായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KM ഷാജി MLA ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിയങ്കരനായ ഷീഫി TP അഷ്റഫ് അലി, ഈ യോഗത്തിന് നന്ദി പറയുന്ന പ്രിയപ്പെട്ട PK ഫിറോസ്, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സാരഥികൾ CT അഹമ്മദ് അലി, MI തങ്ങൾ, VK അബ്ദുൽ ഖാദർ മൗലവി, PH അബ്ദുസലാം ഹാജി, MC മായനാജി തുടങ്ങിയ നേതാക്കന്മാർ, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സാരഥികൾ, എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയുണ്ട്. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലിയെ ക്ഷണിക്കുന്നു.